സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. കൂട്ട് ഭാഗം 8. പ്രേമി, ഡോക്ടർ ആൻസി ശബ്ദം താഴ്ത്തി വിളിച്ചു. അവൾ മെല്ലെ മുഖമുയർത്തി. യു മീൻ മിസ്റ്റർ ദീപക്, ഹസ്ബൻഡ് ഓഫ് യുവർ ഫ്രണ്ട് ഷർമിള? വിശ്വാസം വരാതെ ഡോക്ടർ ചോദിച്ചു. ഹൗ ഡേ യു? പ്രേമി മിണ്ടിയില്ല. ഡസ് ഹി ലവ് യു ടു? ഡോക്ടർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ലവ് അതില്ല. ബട്ട് ഹീസ് വെരി ഫ്രണ്ട്ലി വിത്ത് മീ, പ്രേമി പറഞ്ഞു. നോ സെക്സ്? നോ, നത്തിങ് ലൈക്ക് ദാറ്റ്. അവൾ പെട്ടെന്ന് നിഷേധിച്ചു. സപ്പോസ് ഇഫ് ഹി ഇൻസിസ്റ്റഡ്? മേ ബി സം ടൈം ലേറ്റർ. ഐ ഡോണ്ട് നോ ഡോക്ടർ, പ്രേമി നിസ്സഹായതയോടെ പറഞ്ഞു. മേശപ്പുറത്തുണ്ടായിരുന്ന സ്ഫടിക പേപ്പർ വെയിറ്റിൽ തിരുപ്പിടിച്ചുകൊണ്ട് ഡോക്ടർ ആൻസി കണ്ണുമിക്കാതെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഷർമിള ഈസ് യുവർ ഡിയറസ്റ്റ് ഫ്രണ്ട്? യെസ്. ഉറ്റ കൂട്ടുകാരിയെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യമല്ലേ ഇത്? അവളുടെ ഹസ്ബൻഡുമായി ഒരു അഫെയർ ആഗ്രഹിക്കുന്നത്? ഡോക്ടർ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു അഫെയർ ഇല്ലല്ലോ. ഡോക്ടർ നിർബന്ധിച്ച് ചോദിച്ചതുകൊണ്ട് പറഞ്ഞെന്നേയുള്ളൂ. എനിക്ക് പ്രിയം തോന്നുന്ന ഒരേ ഒരു പുരുഷൻ ദീപക് മാത്രമാണെന്ന്. ഞാൻ ആഗ്രഹിച്ചാൽ തന്നെ ദീപക് അതിന് വഴങ്ങുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഡോക്ടർ ആൻസി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കരുത്. ഐ നോ ഹീസ് എ ലവബിൾ ഹാൻസം യങ്ങായി. സ്നേഹം കാണുമായിരിക്കും, പക്ഷെ അതിലേറെ സിമ്പതിയായിരിക്കും പ്രേമിയോട് ദീപകിനുള്ളത്. അവൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു ഡോക്ടർ പറഞ്ഞത്. പക്ഷെ വിയോജിപ്പ് അവൾ പുറമേ പ്രകടിപ്പിച്ചില്ല. സിമ്പതി അതാർക്ക് വേണം? നിങ്ങളിപ്പോ ഒരേ ഫ്ലാറ്റിൽ താമസിക്കുന്നു, അത് കാരണം ഇടപഴകാൻ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു. വൈഫിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്ന നിലയിലുള്ള കൺസിഡറേഷൻ മാത്രമായിരിക്കും ദീപക് പ്രേമിയോട് കാണിക്കുന്നത്, അല്ലാതെ പ്രേമി വിചാരിക്കുന്നത് പോലെ. മനഃശാസ്ത്ര വിദഗ്ധയെ, നിങ്ങളുടെ നിഗമനം തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു തരട്ടെ? അവളുടെ മനസ്സ് നിശബ്ദമായി വെല്ലുവിളിച്ചു. ഷർമിള നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് എന്നെ കാണാൻ പ്രേമി വന്നതല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവൾ പ്രേമിയെ നിർബന്ധിച്ചത്? ബിക്കോസ് ഷീ ലവ്സ് യു. പ്രേമി സന്തോഷവതിയായിരിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു. പ്രേമിക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് കിട്ടണമെന്ന് അവൾ കൊതിക്കുന്നു. ഡോക്ടർ പറയുന്നതെല്ലാം ശരിയാണ്, അതെനിക്കറിയാം. പക്ഷേ എന്നോടുള്ള സിമ്പതി കൊണ്ടല്ല അവൾ ഇതൊക്കെ ചെയ്യുന്നത്, പ്രേമി പറഞ്ഞു. യു ആർ റൈറ്റ്. അവളുടേത് യഥാർത്ഥ സ്നേഹമാണ്. പക്ഷേ ദീപകിൻ്റേത് അങ്ങനെ ആകണമെന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഡോക്ടറോട് തർക്കിക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. അത് കാരണം അവൾ നിശബ്ദയായിരുന്നു. മാരേജിനെ കുറിച്ച് ചിന്തിച്ചൂടെ പ്രേമിക്ക്? പൊടുന്നനെ ഡോക്ടർ ആൻസി പുതിയൊരു വിഷയത്തിലേക്ക് വന്നു. പെട്ടെന്ന് അവളുടെ മുഖം മങ്ങി. സോറി ഡോക്ടർ, സ്റ്റിൽ ഐ എം നോട്ട് പ്രിപ്പയർഡ് ഫോർ എ മാരീഡ് ലൈഫ്, അവൾ പറഞ്ഞു. ഐ പ്രിസ്യൂം ദീപക് ആൻഡ് ഷർമിള ആർ ലവ്ലി കപ്പിൾസ്. യെസ്, നോ ഡൗട്ട്, അവൾ തലകുലുക്കി സമ്മതിച്ചു. അവർ തമ്മിലുള്ള സ്നേഹം കണ്ടെങ്കിലും പ്രേമി ഒരു മാരീഡ് ലൈഫിന് ആഗ്രഹിക്കുമെന്നായിരുന്നു എന്റെ എക്സ്പെക്ടേഷൻ. ദീപക് ഈസ് എ വണ്ടർഫുൾ ഹസ്ബൻഡ്. ദീപകിനെ പോലെയുള്ള ഒരു പുരുഷനെ കണ്ടെത്തിയാൽ ഒരു പക്ഷേ ഞാൻ... യെസ്, ഐ ആം വെയിറ്റിംഗ്. പെട്ടെന്ന് ഡോക്ടർ ആൻസിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ദീപക് ഒരു അഡിക്ഷൻ ആയിട്ടുണ്ടോ? നോ, ബട്ട് ഐ അഡോർ ഹിം. ദാറ്റ് ഇസ് നോട്ട് യുവർ റൈറ്റ് പ്രേമി. ഹാവ് യു എവർ റെഡ് 10 കമാൻഡ്മെന്റ്സ്? യെസ് ഡോക്ടർ, അവൾ വിസ്മയത്തോടെ ചോദിച്ചു. അന്യന്റെ ഭാര്യ ആഗ്രഹിക്കുന്നത് എന്നതുപോലെ തന്നെ അന്യയുടെ ഭർത്താവിനെയും മോഹിക്കരുത്. പക്ഷേ ഷർമിള എനിക്ക് അന്യയല്ലല്ലോ, കുസൃതി മട്ടിൽ പ്രേമി പറഞ്ഞു. തമാശ പറയാനുള്ള സമയമല്ലിത്. ഡോക്ടർ സ്വരം കടുപ്പിക്കാതെ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. വക്കീലിനോടും ഡോക്ടറോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ലേ എന്ന് പറയാറുണ്ടല്ലോ. കാരണം അവർക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞാലേ നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റൂ. ദീപകിനോട് എനിക്ക് തോന്നുന്ന അഫിനിറ്റിയെക്കുറിച്ച് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത്. മനസ്സിലായി പ്രേമി, എനിക്കൊന്നേ പറയാനുള്ളൂ. കൂട്ടുകാരിക്ക് ദുഃഖമുണ്ടാക്കുന്ന ഒന്നിനു മുതിരരുത്. കൂട്ടുകാരിയുടെ ഹസ്ബൻഡ് എന്ന നിലയിൽ മാത്രം ദീപകിനെ കാണുക. ഓൾവേസ് കീപ് എ സേഫ് ഡിസ്റ്റൻസ്. റിമെമ്പർ, മെൻ ക്യാൻ ബി ഈസിലി അറൗസ്ഡ് ദാൻ വിമൻ, ആൻഡ് വിമൻ ആർ ജനറലി വീക്കർ ദാൻ മെൻ ഇൻ ഹോൾഡിംഗ് ബാക്ക് ഇമോഷൻസ്. ഡോക്ടർ പറഞ്ഞത് ശ്രദ്ധയോടെയാണ് പ്രേമി കേട്ടത്. മനസ്സിലായി എന്നർത്ഥത്തിൽ അവൾ മെല്ലെ തലകുലുക്കി. അല്പനേരം കൂടി അവർ സംസാരിച്ചിരുന്നു. ഒടുവിൽ ഒരുവിധം തൃപ്തി വന്നപ്പോഴാണ് പ്രേമിയെ ഡോക്ടർ വിട്ടത്. എന്നോട് സംസാരിച്ചു കഴിഞ്ഞ് ഡോക്ടർ നിന്നോടും സംസാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ കാറിൽ വെച്ച് പ്രേമി പറഞ്ഞു. എന്തിന്? ബിക്കോസ് യു ആർ മൈ ഏഞ്ചൽ ഗാർഡിയൻ. ഷർമിള ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. എന്റെ കസ്റ്റഡിയിൽ നീ സുരക്ഷിതയാണെന്ന് ഡോക്ടർക്കറിയാം, പിന്നെന്തിന് എന്നോട് സംസാരിക്കണം? അല്ല, കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ട് തന്നെ പല കുരുത്തക്കേടുകളും ഒപ്പിക്കാമല്ലോ, പ്രേമി പറഞ്ഞു. അതൊക്കെ ഞാനങ്ങ് സഹിക്കും. ക്ഷമിക്കുമോ? ക്ഷമിക്കും, കാരണം നീ എന്റെ കൂട്ടുകാരിയല്ലേ. പക്ഷേ നിന്റെ അടുത്തും ദീപകിന്റെ അടുത്തും അമിത സ്വാതന്ത്ര്യം എടുക്കരുതെന്നും നിങ്ങൾക്ക് വിഷമമുണ്ടാക്കുന്ന ഒന്നും ചെയ്യരുതെന്നും ഡോക്ടർ എനിക്ക് വാണിംഗ് തന്നു. വാണിംഗ്?
മനസ്സിലാകാത്ത മട്ടിൽ ഷർമിള അവളെ നോക്കി. അല്ല, ഉപദേശം, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി ചില തിരുത്തലുകൾ നിർദ്ദേശിക്കുകയാണല്ലോ. ആർ യു നോട്ട് സാറ്റിസ്ഫൈഡ്? ഷീസ് എ ഗുഡ് ഡോക്ടർ, ബട്ട് ടുഡേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ. ഉപദേശങ്ങൾ, ഐ ഹേറ്റ് അഡ്വൈസസ്. ഷർമിള പുഞ്ചിരിച്ചു. പ്രേമി പണ്ടും അങ്ങനെയാണ്. ആരെങ്കിലും ഉപദേശവുമായി വന്നാൽ അവൾ ക്ഷമയോടെ എല്ലാം കേട്ടെന്നിരിക്കും. പക്ഷെ പിന്നെ ഒരിക്കലും അയാൾ അടുപ്പിക്കുകയില്ല. ഡോക്ടർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അതൊക്കെ നിന്റെ നന്മയ്ക്കാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ബട്ട് യു നോട്ട് നീഡ് ടു പേ സൈക്യാട്രിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എ ഹ്യൂമൻ ബീയിങ്. എവറി പേഴ്സൺ ഈസ് ഡിഫറെന്റ്. ജനറലൈസേഷൻ ശരിയാവില്ല, പ്രേമി പറഞ്ഞു. ഓക്കെ, ലെറ്റ് us ലീവ് ദാറ്റ് ടോപ്പിക്. നമുക്കിനി ഡോക്ടർ ആൻസി പാലത്തിനെ കാണാൻ പോകണ്ട. തീർന്നല്ലോ. ചിരിയോടെ പ്രേമി അവളുടെ കാലിൽ കൈവച്ചു. സിൽവർ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സിന്റെ ഫ്ളാറ്റിൽ അവർ എത്തിയപ്പോൾ ദീപക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇന്നെന്താണ് രാത്രിയിൽ കഴിക്കാൻ? പ്രേമി ചോദിച്ചു. നിനക്കെന്താണ് ഇഷ്ടം? അതുണ്ടാക്കാം, ഷർമിള പറഞ്ഞു. പുട്ട് നിനക്കിഷ്ടമല്ലേ? പിന്നല്ലേ. രണ്ടുപേരും കൂടി പുട്ടുണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്താണ് ദീപക് വന്നത്. നമ്മൾ ഡോക്ടറെ കാണാൻ പോയ കാര്യം ദീപക് അറിയണ്ട, പ്രേമി മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ പറയില്ല. അന്ന് രാത്രിയിൽ ഷർമിളയുടെ മൊബൈലിൽ ഡോക്ടർ ആൻസിയുടെ വിളി വന്നു. എന്താ ഡോക്ടർ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പ്രേമിയുണ്ടോ അടുത്ത്? ഇല്ല, അവൾ റൂമിലാണ്. ദീപക്കോ? കുളിക്കുകയാണ്. ഞാനിപ്പോൾ വിളിച്ച കാര്യം പ്രേമി അറിയരുത്. ഇല്ല ഡോക്ടർ, അവളിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. അത് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വിളിച്ചത്. അവൾ വീണ്ടും അബദ്ധം കാണിക്കാൻ സാധ്യതയുണ്ടെന്നാണോ ഡോക്ടർ? ഭയത്തോടെ ഷർമിള ചോദിച്ചു. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവളിപ്പോൾ വളരെ ലോൺലിയാണ്. ഇഷ്ടം തോന്നുന്നൊരു പുരുഷനെ സൗകര്യത്തിന് കിട്ടിയാൽ അവൾ ഒരു മടിയുമില്ലാതെ അയാളിലേക്ക് ചാഞ്ഞു എന്ന് വരും. അതിനെന്താ ഡോക്ടർ കുഴപ്പം? അവൾക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടുന്നത് നല്ലതല്ലേ? നിഷ്കളങ്ക സ്വരത്തിൽ ഷർമിള ചോദിച്ചു. പക്ഷെ അയാൾ ഒരു മാരീഡ് മാൻ ആണെങ്കിലോ? ഷർമിളയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവളുടെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് ഷർമിള അറിഞ്ഞിരിക്കണം. ആരുമായും പരിധിവിട്ട് അവൾ അടുക്കാൻ ഇടവരരുത്, എസ്പെഷ്യലി മാരീഡ് മാൻ. ഇവൻ ദീപകിനെ പോലും അതിൽ നിന്ന് ഒഴിവാക്കരുതെന്നേ ഞാൻ പറയൂ. യു അണ്ടർസ്റ്റാൻഡ് മീ? യെസ് ഡോക്ടർ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഫീൽ ഫ്രീ ടു കോൾ മീ. താങ്ക് യു ഡോക്ടർ. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഷർമിള അറിയാതെ ചിരിച്ചുപോയി. ഡോക്ടർ ആൻസി പാലത്രയെ പ്രേമി വെറുത്തുപോയതിൽ അവളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളാണ് അവർ പറഞ്ഞത്. ദീപകിനെ പോലും അവളിൽ നിന്ന് അകറ്റി നിർത്തണമെന്ന്. ഇതേ ഡോക്ടർ തന്നെയാണ് നിങ്ങളോടൊപ്പം അവളെ കൂടി താമസിപ്പിക്കുന്നതാണ് സുരക്ഷിതം എന്ന് കഴിഞ്ഞ മാസം ഉപദേശിച്ചത്. ഇപ്പോൾ അവർ അത് സൗകര്യം പോലെ മറന്നിട്ട് അവൾ അകറ്റി നിർത്താൻ പറയുന്നു. അതെ, പഠിച്ച പാഠങ്ങൾക്കപ്പുറം ഈ ഡോക്ടർമാർക്കൊന്നും അറിയില്ല. ക്ലാസ് റൂമിന് വെളിയിലാണ് മനുഷ്യരും അവരുടെ ജീവിതവും. എന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? ദീപകിന്റെ ചോദ്യം കേട്ട് അവൾ തലയുയർത്തി നോക്കി. കുളി കഴിഞ്ഞ് അയാൾ വന്നിരിക്കുന്നു. ഒന്നുമില്ല, ഓഫീസിലെ ഓരോ കാര്യത്തെക്കുറിച്ച് ഓർത്ത്. വിശക്കുന്നുണ്ട്, വാ കഴിക്കാം. അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് വേഷം മാറി പ്രേമി വന്നു. അവർ 3 പേരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിച്ചത്. നെക്സ്റ്റ് സാറ്റർഡേ ചെന്നൈയിൽ വെച്ച് ഒരു 1 ഡേ കോൺഫറൻസ്. എന്നെ വിടാനാണ് മേനോൻ സാറിന്റെ ഉദ്ദേശമെന്ന് തോന്നുന്നു, ഷർമിള പറഞ്ഞു. പ്രേമി അവളെ ഒന്ന് നോക്കി. വിനോദ് മേനോൻ അല്ലേ നിങ്ങളുടെ ചീഫ് ഓഫീസ്? അയാളല്ലേ കോൺഫറൻസിനൊക്കെ പോകേണ്ടത്? അവൾ ചോദിച്ചു. അത് നിർബന്ധമില്ലടി. ഹി ക്യാൻ ഡെപ്യൂട്ട് എനി ഇറസ്പോൺസിബിൾ പേഴ്സൺ, ഷർമിള പറഞ്ഞു. ഷർമി പോകുന്നുണ്ടോ? എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ഇതൊക്കെ ഫ്യൂച്ചറിൽ പ്രയോജനം ചെയ്യും. എങ്കിൽ പോയിട്ട് വാ. ഫ്രൈഡേ പോയാൽ സൺഡേ തിരിച്ചെത്തില്ലേ? അത് സാരമില്ല. ദീപക് അനുവാദം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നാളെ ഓഫീസിൽ ചെന്ന് കൺഫേം ചെയ്തിട്ട് നീ എന്നെ വിളിക്ക്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പ്രേമി ഏറ്റു. ഞാൻ വിളിക്കാം. പ്രേമി നേരത്തെ ഉറങ്ങാൻ പോയി. ഞാനും കൂടി ചെന്നൈയിലേക്ക് വന്നേനെ, പ്രേമി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദീപക് പറഞ്ഞു. നിനക്ക് ചെന്നൈയിൽ വരേണ്ട ആവശ്യമുണ്ടോ? ഷർമിള ചോദിച്ചു. ആവശ്യമൊന്നുമില്ല, വെറുതെ വരാമായിരുന്നു. എനിക്ക് അവിടെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ കൂടെ ഒന്ന് അടിച്ചു പൊളിക്കാമായിരുന്നു. ഇപ്പം വേണ്ട മോനെ. പ്രേമിയെ ഒറ്റയ്ക്കാക്കിയിട്ട് നമ്മൾ 2 പേരും കൂടി പോകുന്നത് ശരിയല്ല. അവൾക്കത് ഫീൽ ചെയ്യും, ഷർമിള പറഞ്ഞു. പിറ്റേന്ന് ഓഫീസിൽ ചെന്നപ്പോൾ ചെന്നൈ കോൺഫറൻസിന് പോകുന്നത് ഷർമിളയാണെന്ന് തീരുമാനിക്കപ്പെട്ടു. അപ്പോൾ തന്നെ അവൾ പ്രേമിയെ വിളിച്ചു. അങ്ങോട്ട് പോകാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും തിരിച്ച് ഞായറാഴ്ച ഇങ്ങോട്ടുള്ള ടിക്കറ്റും പ്രേമി ഉടൻ തന്നെ ബുക്ക് ചെയ്തു. അന്ന് ഒരു വാർത്തയുമായിട്ടാണ് പ്രേമി ഓഫീസിൽ നിന്ന് വന്നത്. നിർമ്മല ആന്റി ഇന്ന് എന്നെ വിളിച്ചു. കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. സുഖമില്ലാതെ കിടക്കുകയാണ്. തോപ്പുംപടിയല്ലേ അവർ താമസിക്കുന്നേ? ഷർമിളയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അല്ല, അവർ ആ സ്ഥലമെല്ലാം വിറ്റിട്ട് ഇപ്പോൾ കർണാടകയിലാണ് താമസം. മംഗലാപുരത്ത് നിന്ന് 2 മണിക്കൂർ യാത്ര. അവർക്കവിടെ കുറച്ച് കൃഷിയൊക്കെയുണ്ട്. ലോറൻസ് അങ്കിളിന്റെ നിർബന്ധപ്രകാരമാണ് അവിടേക്ക് പോയത്. അയാളുണ്ടോ അവിടെ?
കഴിഞ്ഞ കൊല്ലം മരിച്ചെന്ന്. ഷർമിള മിണ്ടിയില്ല. അയാളെക്കുറിച്ചുള്ള ചില കഥകൾ പ്രേമി അവളോട് പറഞ്ഞിട്ടുണ്ട്. ആന്റിയും നീയും തമ്മിൽ കുറെ കാലമായി ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നല്ലോ. പിന്നെന്താണ് ഇപ്പോൾ പെട്ടെന്നൊരു? ലോറൻസ് അങ്കിളിന്റെ മരണശേഷം ആന്റി തനിച്ചാണ്. പ്രായം കുറെ ആയില്ലേ, മരണഭയം തുടങ്ങിക്കാണും. ബന്ധുക്കളായി ഞാനല്ലാതെ വേറാരുമില്ല. നീ പോകുന്നുണ്ടോ? ഷർമിള ചോദിച്ചു. നാളെ ബുധനല്ലേ? നൈറ്റ് ട്രെയിനിന് പോയാൽ പിറ്റേന്ന് കാലത്ത് മംഗലാപുരത്തെത്തും. 2 ദിവസം ആന്റിയോടൊപ്പം താമസിച്ചിട്ട് സൺഡേ വന്നാൽ മതിയല്ലോ. അത് നല്ലൊരു ഐഡിയയാണ്. ദീപക് ഒറ്റയ്ക്കാമ ഇവിടെ. അത് സാരമില്ല, അതും ഒരു സുഖമാണെന്നാ കള്ളം പറയുന്നത്. ആരുടെയും ശല്യമില്ലാതെ സിനിമ കാണാം, പാട്ട് കേൾക്കാം, നോവൽ വായിക്കാം, ഡ്രിങ്ക്സ് കഴിക്കാം. ഷർമിള പറഞ്ഞത് കേട്ട് പ്രേമി പൊട്ടിച്ചിരിച്ചു. അതേ 2 ദിവസം ആ പാവം എൻജോയ് ചെയ്യട്ടെ. പിറ്റേന്ന് രാത്രിയിൽ 2-3 ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പുമായി പ്രേമി മംഗലാപുരത്തിന് പുറപ്പെട്ടു. ദീപക്കും ഷർമിളയും കൂടിയാണ് അവളെ ടൗൺ സ്റ്റേഷനിൽ കൊണ്ടുചെന്ന് വിട്ടത്. 12 മണിയായപ്പോൾ ട്രെയിൻ വന്നു. പിറ്റേന്ന് നിർമ്മലാന്റിയുടെ ഫാം ഹൗസിൽ ചെന്ന് കഴിഞ്ഞ് അവൾ ഷർമിളയെ വിളിച്ചു. ഏക്കർ കണക്കിന് കമുകിൻ തോട്ടമുണ്ടടി ആന്റിക്ക്. എന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണ്? നിർമ്മലാന്റിക്ക് മക്കളില്ലല്ലോ. ഈ സ്വത്തിന്റെയൊക്കെ അവകാശിയായിട്ട് എന്നെ വയ്ക്കാൻ വേണ്ടിയാണ്. വിൽപത്രം എഴുതുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. നീയെന്തു പറഞ്ഞു? ഇവിടെ ലൈഫ് എന്ന് പറയുന്ന സംഭവമില്ലടി. കണ്ണെത്താതൊഴുത്തോളം തോട്ടങ്ങളാണ്. ഒരു കോഫി ഷോപ്പ് കാണണമെങ്കിൽ 16 കിലോമീറ്റർ വണ്ടി ഓടിച്ചു പോകണം. അതിന് നീ സ്ഥിരതാമസത്തിനൊന്നും പോയതല്ലല്ലോ. 2-3 ദിവസം കഴിഞ്ഞാൽ ഇങ്ങ് പോരില്ലേ? ഷർമിള പറഞ്ഞു. നിർമ്മലാന്റി ഒരു കണ്ടീഷൻ പറഞ്ഞു. ശേഷിച്ച കാലം ഞാൻ ആന്റിയോടൊപ്പം ഇവിടെ താമസിക്കണം. നാട്ടുകാരനായ ഒരു പയ്യൻ എനിക്ക് വേണ്ടി ആന്റി കണ്ടുവച്ചിട്ടുണ്ട്. സംഭവം കൊള്ളാമല്ലോ. നീ അപ്പോൾ തോട്ടം ഉടമയാൻ പോവാണ് അല്ലേ? ഇടയ്ക്കൊക്കെ ഞാനും ദീപക്കും വരാം ഫാം ഹൗസിൽ താമസിക്കാൻ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? അവൾക്ക് ദേഷ്യം വന്നു. ദീപക്കിനോട് ഷർമിള ഇതൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു. തോട്ടം അവൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് തന്നേക്കട്ടെ. നമുക്ക് അവിടെ പോയി കൃഷി ചെയ്യാം. ഒരു സംഖ്യ എല്ലാ കൊല്ലവും അവൾക്ക് കൊടുക്കുകയും ചെയ്യാം. തന്നെ പോയാൽ മതി, ഞാനില്ല. അയാൾ പൊട്ടിച്ചിരിച്ചു. വെള്ളിയാഴ്ച ഷർമിള ചെന്നൈയിലേക്ക് പോയി. ദീപക്കാണ് എയർപോർട്ടിൽ കൊണ്ടുചെന്ന് വിട്ടത്. പിറ്റേന്ന് ശനി. വൈകുന്നേരം അവൾ ചെന്നൈയിൽ നിന്ന് വിളിച്ചു. കോൺഫറൻസ് അവസാനിച്ചു. ഹോട്ടലിലാണ്. ഇന്ന് ഡിന്നറുണ്ട്. അത് കഴിഞ്ഞ് എല്ലാവരും പിരിയും. ഓക്കെ, നാളെ ഫ്ലൈറ്റ് ലേറ്റാണെങ്കിൽ വിളിക്കണേ. വിളിക്കാം. പ്രേമി നിന്നെ വിളിച്ചോ? അവൾ തിരക്കി. ഇല്ല, ഞാൻ വിളിച്ചപ്പോ ഔട്ട് ഓഫ് റേഞ്ച്. പട്ടിക്കാടായിരിക്കും. മൊബൈൽ സിഗ്നൽ എപ്പോഴും കിട്ടണമെന്നില്ല. ശരി, ഞാൻ ഫ്ലാറ്റിലെത്തിയതേയുള്ളൂ. ഒരു കോഫി ഉണ്ടാക്കട്ടെ? അയാൾ കോള് കട്ട് ചെയ്തു. സന്ധ്യ കഴിഞ്ഞു. കുളിച്ച് വേഷം മാറി ദീപക് ലിവിംഗ് റൂമിൽ വന്ന് TV ഓൺ ചെയ്തപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. അയാൾ ചെന്ന് വാതിൽ തുറന്ന് പുറത്തു ബാഗുമായി പ്രേമി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? പുഞ്ചിരിയോടെ അവൾ ചോദിച്ചു. മിണ്ടാനാവാതെ ദീപക് നിന്നു. വാതിലിന് വെളിയിൽ നിന്ന് പ്രേമിയെ ദീപക് കണ്ണുമിക്കാതെ നോക്കി. ജീൻസും കുറുകെ ഓറഞ്ചും വെള്ളയും വരകളുള്ള ഒരു ലൂസ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം. യു ഡിഡ്ന്റ് എക്സ്പെക്ട് മീ ടുഡേ? അയാളുടെ മുഖത്തെ അവിശ്വസനീയ ഭാവം കണ്ട് അവൾ ചോദിച്ചു. നോ, ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് യു. അയാൾ സത്യം പറഞ്ഞു. ആർ യു നോട്ട് ഹാപ്പി? യെസ്, ഐ എം ഹാപ്പി. പ്രേമി പെട്ടെന്ന് പുഞ്ചിരിച്ചു. എങ്കിൽ പിന്നെ അകത്തേക്ക് കയറാൻ എന്നെ അനുവദിക്കൂ, കളിമട്ടിൽ അവൾ പറഞ്ഞു. അപ്പോഴാണ് താൻ വാതിൽ തടഞ്ഞു നിൽക്കുകയാണല്ലോ എന്ന് ദീപക്കിന് ഓർമ്മ വന്നത്. സോറി. അയാൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി നിന്ന് വഴികൊടുത്തു. എയർ ബാഗുമായി പ്രേമി അകത്തേക്ക് കയറി. അവളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗും ഉണ്ടായിരുന്നു. ക്യാരി ബാഗ് അവൾ കൊണ്ടുചെന്ന് ഡൈനിങ് ടേബിളിൽ വെച്ചു. നമ്മുടെ അത്താഴം. വർക്കീസിൽ കയറിയിട്ടാ ഞാൻ വരുന്നത്. നല്ല ക്ഷീണം. ഇന്നിനി ഒന്നും ഉണ്ടാക്കാനുള്ള മൂടില്ല. അവൾ ഒന്നും പറഞ്ഞില്ല. ദീപക് ഒന്നും മിണ്ടിയില്ല. ഷർമി നാളെയല്ലേ വരൂ? യെസ്. ഇന്ന് ഞാൻ അവളെ വിളിച്ചില്ല. അത് കാരണം ഞാനിന്ന് വന്ന കാര്യം പറയാനും പറ്റിയില്ല. നാളെ വരില്ലേ? ഉച്ച കഴിയും. ട്രെയിൻ യാത്ര ഭയങ്കര ബോറായിരുന്നു. ഐ ആം ടു ടയേർഡ്. ഒന്ന് കുളിച്ച് ഫ്രഷായ ചിലപ്പോ. എയർ ബാഗുമായി അവൾ സ്വന്തം മുറിയിലേക്ക് പോയി വാതിലടച്ചു. ദീപക് സെറ്റിയിലേക്കിരുന്നു. സകല പ്ലാനുകളും തെറ്റി. അയാൾക്ക് കടുത്ത നിരാശ തോന്നി. ഇന്നലെ കപ്പലിറങ്ങിയ ബ്രസീലുകാരനായ സെയിലർ സുഹൃത്ത് സമ്മാനിച്ച ഫുൾ ബോട്ടിൽ ജാക്ക് ഡാനിയൽ കയ്യിലുണ്ട്. ഇന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് ആഘോഷിക്കാമെന്ന് കരുതിയതാണ്. അതിനുവേണ്ടി പെപ്പർ ഫ്രൈഡ് പോർക്ക് പാഴ്സലായി വാങ്ങിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. പ്രേമിയുടെ മുന്നിൽ വെച്ച് വിസ്കി കഴിക്കുന്നത് ശരിയല്ലല്ലോ. ടൈറ്റാനിക് നായിക കേറ്റ് വിൻസ്ലൈറ്റ് മധ്യവയസ്കയായി അഭിനയിച്ച ദ റീഡർ എന്ന ക്ലാസിക് സിനിമയുടെ DVD കയ്യിലുണ്ട്. ഇന്ന് അത് കാണണമെന്നായിരുന്നു പ്ലാൻ. സുന്ദരിയായ മധ്യവയസ്കയും കൗമാരക്കാരനായ സ്കൂൾ വിദ്യാർത്ഥിയും തമ്മിലുള്ള വളരെ ഇന്റിമേറ്റായ കിടപ്പറ രംഗങ്ങൾ അതിലുണ്ടെന്നാണ് റോബിൻ പറഞ്ഞത്. സിനിമ കാണുമ്പോൾ പ്രേമി വന്ന് അടുത്തിരുന്നാലോ? ഷർമിള എവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. സ്വന്തം കൂട്ടുകാരിയാണെങ്കിലും രാത്രിയിൽ
തന്നോടൊപ്പം വേറൊരു സ്ത്രീ ഫ്ലാറ്റിലുണ്ട് എന്നറിയുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുമോ? ദീപക് മൊബൈലെടുത്ത് ഷർമിളയെ വിളിച്ചു. എന്താ ദീപക്? അവൾ ഉടനെ കോൾ എടുത്തു. പശ്ചാത്തലത്തിൽ നേരത്തെ ബാൻഡ് കേൾക്കുന്നുണ്ടായിരുന്നു. നീ ഡൈനിങ് ഹാളിലാണോ? യെസ്. കഴിച്ചു തുടങ്ങിയെങ്കിൽ ഞാൻ പിന്നെ ഇല്ല, സൂപ്പ് കൊണ്ടുവന്ന് വെച്ചതേയുള്ളൂ. പ്രേമി വന്നിരിക്കുന്നു, അയാൾ പറഞ്ഞു. എപ്പോ? ഷർമിള ആശ്ചര്യത്തോടെ ചോദിച്ചു. 10 മിനിറ്റായി കാണും. അവളെന്താ ഇങ്ങ് പോന്നത്? ഒന്നും പറഞ്ഞില്ല. വന്നപാടെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. നിനക്കെന്തൊരു സുഖമില്ലാത്തതുപോലെ? സ്വരത്തിലെ നീരസം ഷർമിള പെട്ടെന്ന് മനസ്സിലാക്കിയെന്ന് അയാൾക്ക് തോന്നി. ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ഫ്രീഡം ഉണ്ടല്ലോ. അയാൾ പറഞ്ഞത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ഇന്നാ ഫ്രീഡം വേണ്ട. അവളില്ലെങ്കിൽ നീ കുടിച്ചൊരു പരവുമാകും. പ്രേമിയുള്ളത് കൊണ്ട് ഇന്നത് നടക്കില്ല. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞേക്കാം. നോ പ്ലീസ്. അയാൾക്ക് അരിശം വന്നു. ഓക്കെ, 2 large, നോ മോർ. ഓക്കെ? ഷർമിള നിബന്ധന വെച്ചു. ഓക്കെ. അയാൾ കീഴടങ്ങി. അപ്പോൾ നാളെ രാവിലെ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ദീപക് മൊബൈൽ സെറ്റിയിലേക്ക് വെച്ചു. ക്ലോക്കിൽ 8 മണി. പ്രേമി നേരത്തെ ഫുഡ് കഴിച്ച് ഉറങ്ങാൻ പോയ രക്ഷപ്പെട്ടു. കേറ്റ് വിൻസ്ലെറ്റിന്റെ മൂവി കാണാമായിരുന്നു. പെട്ടെന്ന് വാതിൽ തുറന്ന് പ്രേമി പുറത്തേക്ക് വന്നു. അയാൾ തലതിരിച്ചു നോക്കി. ഇറക്കമുള്ള വെള്ള സ്ലീവ്ലെസ് ടോപ്പും പിങ്ക് നിറത്തിലുള്ള ലെഗിങ്സുമാണ് അവൾ ധരിച്ചിരുന്നത്. എന്താ ദീപക്, കണ്ടിട്ടില്ലാത്തതുപോലെ? ജാള്യതയോടെ അയാൾ നോട്ടം പിൻവലിച്ചു. ഏയ്, ഒന്നുമില്ല. പ്രേമി അയാളുടെ എതിർവശത്ത് സെറ്റിയിലിരുന്നു. അവളുടെ മുടിയുടെ നനവ് ഉണങ്ങിയിട്ടില്ലായിരുന്നു. മുടിക്കുള്ളിലേക്ക് വിരലുകൾ കടത്തി അവൾ വിതിർത്തിട്ടുകൊണ്ടിരുന്നു. ഷർമിയെ വിളിച്ചോ? അവൾ ചോദിച്ചു. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞു. അവൾ ഞെട്ടിയോ? എന്തിന്? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അവൾ ചിരിച്ചു. ആന്റിയെ കാണാൻ പോയിട്ട് പെട്ടെന്നെന്താ തിരിച്ചു പോന്നത്? ദീപക് ചോദിച്ചു. അവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നി, അതുകൊണ്ടാണ്. അയാൾ കൗതുകത്തോടെ അവളെ തന്നെ നോക്കിയിരുന്നു. അതെന്താ, ആന്റിയുമായിട്ട് എന്തെങ്കിലും? അതല്ല ദീപക്, ഇറ്റ് ഈസ് എ റിമോട്ട് വില്ലേജ്. നോക്കത്താ ദൂരത്തോളം കമുകിൻ തോട്ടങ്ങൾ, അതായത് അടിക്കാത്തോട്ടങ്ങൾ. വല്ലാത്തൊരു ലോൺലിനെസ് ആയിരുന്നു എനിക്കവിടെ. ഷർമി ഇന്നലെ പറഞ്ഞു തോട്ടം മുഴുവൻ പ്രേമിക്ക് തരാനാണ് ആന്റിയുടെ പ്ലാൻ എന്ന്. ദെൻ വാട്ട് വിൽ യു ഡു? അയാൾ ചോദിച്ചു. വൺസ് ഇൻ എ ഇയർ ഓർ ട്വൈസ് വിസിറ്റ് ചെയ്യാൻ പോകാം. 1-2 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം. അതിലപ്പുറം പറ്റില്ല ദീപക്. എങ്കിൽ അടിക്കാത്തോട്ടം പ്രേമിക്ക് ആന്റി തരുമെന്ന് തോന്നില്ല. വേണ്ട, സിറ്റി വിട്ട് എനിക്കൊരു ലൈഫ് ഓർക്കാൻ കൂടി വയ്യ. പെട്ടെന്നാണ് പ്രേമിയുടെ മുറിയിൽ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടത്. 1 മിനിറ്റ്. അവൾ എഴുന്നേറ്റ് തിടുക്കത്തിൽ പോയി. ദീപക് ഒന്ന് ആലോചിച്ചു. അവൾ വരുന്നതിന് മുമ്പ് ഒരു ലാർജ് കഴിക്കാനുള്ള സമയമുണ്ടോ? ബെഡ്റൂമിലെ കബോർഡിലാണ് ജാക്ക് ഡാനിയൽ. കിച്ചണിൽ ചെന്ന് ഗ്ലാസ് എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുക്കണം. പക്ഷേ 1/2 മണിക്കൂറെങ്കിലും കിട്ടാതെ. ആ ചിന്ത ഉപേക്ഷിച്ച് അയാൾ സെറ്റിൽ തന്നെ ഇരുന്നു. ഷർമിളയായിരുന്നു പ്രേമിയെ വിളിച്ചത്. ഞാൻ ഡിന്നർ കഴിക്കുകയാണ് പ്രേമി. തീരുമ്പോൾ ലേറ്റാകും. അതിനു മുമ്പ് നിന്നെയൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങ് പോന്നടി. നാളെ സൺഡേ അല്ലേ? നാളെ എനിക്കൊരു പെണ്ണ് കാണൽ ആന്റി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വെളുപ്പിന് ഞാൻ മുങ്ങിയത്. ദാറ്റ് ലോക്കൽ ഗൈ? യെസ്, അവൻ തന്നെ. ആന്റി മുഷിയുമല്ലോ. ഹൂ കെയർസ്? എനിക്ക് എന്റെ ജീവിതം ആന്റിക്ക് ആന്റിയുടേതും. അത് ശരിയാണ്. നീ അതേക്കുറിച്ച് ഓർത്ത് വറി ചെയ്യണ്ട. ദീപക് എന്തു ചെയ്യുന്നു? ടിവിയുടെ മുന്നിലാണെന്ന് തോന്നുന്നു. നമ്മൾ 2 പെണ്ണുങ്ങൾ സ്ഥലത്തില്ലാത്ത തക്കത്തിന് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിച്ചിരുന്നതാ പാവം. നീയെന്ന് വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. സത്യം, എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഷർമിള പൊട്ടിച്ചിരിച്ചു. രാത്രിയിൽ എന്താണ് ഭക്ഷണം? അവൾ തിരക്കി. ഞാൻ പാഴ്സൽ മേടിച്ചുകൊണ്ടാ വന്നത്. ഗുഡ്. തനിച്ചാണെങ്കിൽ പുലർച്ചെ 2 മണി 3 മണി വരെയൊക്കെ സിനിമ കണ്ടിരുന്ന് ഉറക്കമൊഴിയും. അതിനെ സമ്മതിക്കരുത്. നേരത്തെ കിടന്ന് ഉറങ്ങാൻ പറയണം. അത് ഞാൻ ഏറ്റു. സി യു ടുമോറോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്രേമി ചെന്നപ്പോൾ ഡിസ്കവറി ചാനൽ കാണുകയായിരുന്നു ദീപക്. അവൾ ചെന്ന് എതിർവശത്തിരുന്നു. ഷർമിയാണ് വിളിച്ചത്. ഓ. ദീപകിന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുക അവൾ. എന്ത്? മനസ്സിലാകാത്ത മട്ടിൽ അയാൾ അവളെ നോക്കി. അതൊക്കെ വഴിയെ മനസ്സിലാകും. അവളുടെ ചുണ്ടുകളിൽ തെളിഞ്ഞ ചിരിയുടെ അർത്ഥം അയാൾക്ക് പിടികിട്ടിയില്ല. വിശക്കുമ്പോൾ പറയണം, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. ഏയ് ഇല്ല. പ്രേമി ടയർഡാണെന്നല്ലേ പറഞ്ഞത്? കഴിച്ചിട്ട് കിടന്നോളൂ. അയാൾ പറഞ്ഞു. ഒന്നിച്ചു കഴിക്കരുതോ? വേണ്ട, ഞാൻ കുറച്ച് ലേറ്റാവും. എന്നെ എത്രയും വേഗം ഒഴിവാക്കാനാണ് ഉദ്ദേശം അല്ലേ? ചിരിയോടെ അവൾ ചോദിച്ചു. അയ്യോ അല്ല, ദീപകിനെ ഉറക്കിയിട്ട് ഞാൻ ഉറങ്ങാവൂ എന്നാണ് അവൾ പറഞ്ഞത്. സോ ഐ എം പ്രിപ്പയർഡ് ടു സ്റ്റേ വിത്ത് യു ടിൽ യു ഗോ ടു ബെഡ്. ഓക്കെ. അയാൾ നിസ്സഹായതയോടെ ചുമലുകൾ കുലുക്കി. ബട്ട് ഐ ഡോണ്ട് മൈൻഡ് ഇഫ് യു വുഡ് ലൈക്ക് ടു ഹാവ് എ കപ്പിൾ ഓഫ് ഡ്രിങ്ക്സ്. വെരി കൈൻഡ് ഓഫ് യു, അയാൾ പറഞ്ഞു. അവൾ വീണ്ടും ചിരിച്ചു.
ദീപക് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി. കബോർഡ് തുറന്ന് അനേകം കുപ്പികൾക്കിടയിൽ അയാൾ ജാക്ക് ഡാനിയൽ എടുത്തു. അയാൾ തിരിച്ചെത്തിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു കട്ട് ഗ്ലാസ് ബൗളിൽ ഐസ് ക്യൂബുകൾ, പ്ലേറ്റിൽ കാഷ്യൂനട്ട്, സ്പൂണ് എന്നിവ പ്രേമി തയ്യാറാക്കി വെച്ചിരുന്നു. താങ്ക് യു, അയാൾ പറഞ്ഞു. ഗ്ലാസ്സിലേക്ക് ദീപക് 3 കഷ്ണം ഐസ് കട്ടകൾ ഫോർക്ക് ഉപയോഗിച്ച് എടുത്തിടുന്നതും അതിന്റെ മീതയ്ക്ക് സ്വർണ്ണവർണ്ണത്തിലുള്ള സ്കോച്ച് പകരുന്നതും നോക്കി പ്രേമി കൗതുകത്തോടെയിരുന്നു. ചിയേഴ്സ് പറയണ്ടേ, അവൾ ചോദിച്ചു. വേണം. അതിന് എന്റെ കയ്യിലും വേണ്ട ഒരു ഗ്ലാസ്. ലൈം ജ്യൂസ് ആയാലോ? അതിലും നല്ലതൊരു വോഡ്കയല്ലേ? അയാൾ മറുപടി പറഞ്ഞില്ല. വോഡ്ക ഉണ്ടാകുമോ? അവൾ ചോദിച്ചു. കാണും. ഒന്ന് നോക്കിയാലോ? നോക്കാം. അയാൾ എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് ചെന്നു. കബോർഡ് തുറന്നു നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ മൃദുവായ എന്തോ ഒന്ന് അമർന്നു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടു പിന്നിൽ പ്രേമി. ഇതൊരു മിനി ബാർ ആണല്ലോ, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. വൃത്തിയായി നിരത്തി വെച്ചിരുന്ന കുപ്പികൾക്കിടയിൽ പെട്ടെന്നാണ് അവളുടെ കണ്ണുകൾ സ്മിർനോഫ് കണ്ടുപിടിച്ചത്. അവൾ കൈനീട്ടി അതെടുത്തു നോക്കി. സ്ട്രോബെറി ഫ്ലേവർ, വെരി ഗുഡ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള രുചിയാണത്. അവർ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് മടങ്ങി. അവൾ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് സ്പ്രൈറ്റിന്റെ പെറ്റ് ബോട്ടിൽ കണ്ടുപിടിച്ചു. ഒരു നീണ്ട ഗ്ലാസും എടുത്ത് അവൾ വന്നു. പ്ലീസ് ഫിക്സ് മീ എ ഡ്രിങ്ക്, അവൾ അഭ്യർത്ഥിച്ചു. ഗ്ലാസ്സിലേക്ക് സ്മിർനോഫ് പകർന്ന് അത് സോഫ്റ്റ് ഡ്രിങ്ക് നിറച്ച് അയാൾ അവൾക്ക് കൊടുത്തു. നുരയുന്ന പാനീയം നോക്കി അവൾ മന്ദഹാസത്തോടെ ഒരു നിമിഷം ഇരുന്നു. ചിയേഴ്സ്, ചിയേഴ്സ്. അവൾ അല്പാൽപമായി ഡ്രിങ്ക്സ് കഴിച്ചു. ഹു വാസ് യുവർ ഫസ്റ്റ് ലവ്? പെട്ടെന്ന് അപ്രതീക്ഷിതമായി പ്രേമി ചോദിച്ചു. അവളുടെ ചോദ്യം കേട്ട് ദീപക് ഒന്ന് പകച്ചു. എന്താ, പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ജീവിതത്തിൽ ആദ്യ പ്രേമം? അതൊന്നും ആരും മറക്കുകയില്ല. കാരണം അതൊരു പെയിൻഫുൾ മെമ്മറി ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല, അയാൾ നിഷേധിച്ചു. ഞാൻ ഷർമിയുടെ ഫ്രണ്ടായതുകൊണ്ട് എന്നോട് പറയാൻ മടി കാണും. നോ, അതല്ല. ഐ മീൻ, പ്രേമി വിചാരിക്കുന്ന തരത്തിലുള്ള ലവ് അഫെയർസ് ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, അയാൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഏതെങ്കിലും? അവൾ അയാളുടെ കണ്ണുകളിലേക്ക് വിടാതെ നോക്കി. ദീപക് ആദ്യത്തെ ഡ്രിങ്ക് പൂർത്തിയാക്കി. അയാളുടെ ഗ്ലാസ് വാങ്ങി അവൾ രണ്ടാമത്തെ ലാർജ് തയ്യാറാക്കി കൊടുത്തു. വാട്ട് വാസ് ഹർ നെയിം? അവൾ ചോദിച്ചു. ലില്ലി, അയാൾ പറഞ്ഞു. ഫ്രഷ് ആൻഡ് സ്വീറ്റ് ലൈക്ക് എ ലില്ലി ഫ്ലവർ, അല്ലേ? യെസ്. എന്നായിരുന്നു സംഭവം? വെൻ ഐ വാസ് 16 ഗോയിങ് ഓൺ 17. ഗ്രേറ്റ്, അവൾ ചിരിച്ചു. വാസ് യുവർ ക്ലാസ്മേറ്റ്? നോ, നെയ്ബർ. മോസ്റ്റ് കൺവീനിയന്റ് ലവ്. എപ്പോൾ വേണമെങ്കിലും കാണാം, സംസാരിക്കാം, തൊടാം. ശരിയല്ലേ? അതെ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ഷീ വാസ് 2 years elder than me. ഭയങ്കര. അവൾ ആരാധനയോടെ അയാളെ നോക്കി. വീട്ടുകാർ കണ്ടുപിടിച്ചു. അതോടെ അവളെ കല്യാണം കഴിപ്പിച്ച് നാട് കടത്തി. റിയൽ ട്രാജഡി. 2 പേരുടെയും ക്ലാസുകൾ ഒഴിഞ്ഞു. വൺ മോർ? അയാൾ ചോദിച്ചു. നോ താങ്ക്സ്. ഞാൻ വേണ്ട, ഓവറാകും. അവൾ തടഞ്ഞു. ഓക്കെ, മതി, ഇതാണ് സുഖം. അയാൾ ധൈര്യപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി. ക്യാൻ വി ഡാൻസ്? പെട്ടെന്ന് പ്രേമി ചോദിച്ചു. ഡാൻസ്? നോ, അയാൾ ഭയത്തോടെ പറഞ്ഞു. പണ്ട് ഞാൻ തോപ്പുംപൊടിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഒരു പഴയ ഇരുനില ഷോപ്പിന്റെ താഴെ റൊസാരിയോസ് എന്നു പേരുള്ള ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അതിന്റെ മുകളിലത്തെ നിലയിൽ മാർഗരറ്റ് എന്നു പേരുള്ള ഒരു ചട്ടക്കാരി ഡാൻസ് ക്ലാസുകൾ നടത്തിയിരുന്നു. 3 മാസം ഞാനും പോയി പഠിച്ചു, നിർമ്മലാൻറ്റിയുടെ നിർബന്ധം കാരണം. ഓ, സ്റ്റെപ്പുകളൊക്കെ മറന്നു. വി ക്യാൻ മേക്ക് ഇറ്റ് ട്രൈ. അവൾ അയാളുടെ കൈകളിൽ പിടിച്ചു വലിച്ചു. ദീപക് എഴുന്നേറ്റ് ചെന്നു. പ്രേമി അയാൾക്ക് അഭിമുഖമായി നിന്നു. അവൾ വലത് കൈകൊണ്ട് അയാളുടെ ഇടത് കൈ വിരലുകൾ കോർത്തു പിടിച്ചു. ഇടത് കൈകൊണ്ട് വലത് കൈവിരലുകളും കോർത്തു പിടിച്ചു. അവരുടെ ശരീരങ്ങൾ ചേർന്ന് നിന്നു. യു സ്മെൽ സ്ട്രോബെറി, ദീപക് പറഞ്ഞു. പ്രേമി അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. വേണോ സ്ട്രോബെറി പഴങ്ങൾ? ചുവപ്പ് രാശിയുള്ള നനഞ്ഞ ചുണ്ടുകൾ അല്പമൊന്ന് വിടർത്തി അവൾ താഴ്ന്ന സ്വരത്തിൽ ചോദിച്ചു. അയാൾ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകൾ വായ്ക്കുള്ളിലാക്കി. സ്ട്രോബെറി പഴത്തിന്റെ മൃദുലതയും സുഗന്ധവും മാത്രമല്ല, മാധുര്യവും ഉണ്ടായിരുന്നു അവയ്ക്ക്. മൊബൈൽ ബെല്ലടിച്ചപ്പോൾ പ്രേമി പാതി മയക്കത്തിലായിരുന്നു. ഞെട്ടലോടെയാണ് അവൾ ഉണർന്നത്. മങ്ങിയ വെളിച്ചമുണ്ടായിരുന്ന മുറിയിൽ അവൾ തലയിണയുടെ ചുവട്ടിൽ നിന്ന് മൊബൈൽ എടുത്തു നോക്കി. ഷർമി കോളിംഗ്. ഷർമിള. തലകുടഞ്ഞ് പ്രേമി പെട്ടെന്ന് ഉറക്കത്തെ തെറിപ്പിച്ചു കളഞ്ഞു. ഹലോ ഷർമി. എങ്കിലും പാതി ഉറക്കത്തിലെന്ന പോലെ അവൾ കോളെടുത്തു. സോറി, ഐ വേക്കപ്പ് യു. സമയം എത്രയായി? 3:30. ഓ, ദീപക്കിനെ ഞാൻ കുറെ വിളിച്ചു, കിട്ടിയില്ല, ഷർമിള പറഞ്ഞു. ഈ സമയത്തെന്തിനാണ്? പ്രേമി ചോദിച്ചു. ഞാനൊരു സ്വപ്നം കണ്ടു.
എന്നെ വല്ലാതെ പേടിപ്പിച്ചൊരു സ്വപ്നം. ഇപ്പോഴും ഞാൻ ഷോക്കിൽ നിന്ന് ഫ്രീ ആയിട്ടില്ല പ്രേമി. ഷർമിളയുടെ നേരത്തെ കിതപ്പ് അവൾക്ക് സ്വരത്തിൽ നിന്ന് അനുഭവപ്പെടാതിരുന്നില്ല. എന്താണ് നിന്നെ പേടിപ്പിച്ചത്? ഇടപ്പള്ളി ടോളിനടുത്ത് വെച്ച് ഒരു ബൈക്ക് ആക്സിഡന്റ്. രാത്രിയിലായിരുന്നു. ദീപക് ഒറ്റയ്ക്ക് ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ പിന്നിൽ നിന്ന് പാഞ്ഞു വന്ന ഒരു ടാങ്കർ ലോറി. തെറിച്ചു വീണ ബൈക്കും ദീപക്കും ഒരു നിമിഷത്തിനുള്ളിൽ തീപിടിച്ച് കത്തിക്കരിഞ്ഞ്. സ്വപ്നം കാണുകയാണെന്നല്ല തോന്നിയത്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പോലെ. അത് പലപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അതിൽ നിന്ന് ഞെട്ടിയുണരുമ്പോഴുള്ള ആശ്വാസം. വിളിച്ചിട്ട് ദീപക് ഫോൺ എടുത്തതുമില്ല. 3-4 തവണ ഷർമിള പറഞ്ഞു. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം TV കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ദീപക് ഉറങ്ങാൻ പോയി. മൊബൈൽ സെറ്റിയിലിട്ടിട്ടാ പോയത്. അതാണ് ബെല്ലടിച്ചത് ദീപക് കേൾക്കാഞ്ഞത്. നൈറ്റ് റൈഡിങ് അവനൊരു ഹരമാണ്. ചിലപ്പോൾ പാതിരാത്രി കഴിയുമ്പോൾ അവൻ ചാടി എഴുന്നേറ്റിട്ട് പറയും, ഞാനൊന്ന് ചുറ്റിയടിച്ചിട്ട് വരാമെന്ന്. ഒറ്റയ്ക്ക് ഞാൻ അവനെ വിടില്ല. ഞാനും പോകും. ബൈക്ക് 80-90 സ്പീഡിലാണ് വിടുന്നത്. പേടിച്ച് ഞാൻ അവനെ അള്ളിപ്പിടിച്ച് ബാക്കിലിരിക്കും. സ്പീഡ് കുറയ്ക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. പ്രേമിച്ചിരിച്ചു. എല്ലാ മനുഷ്യർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഭ്രാന്ത് കാണും. ഷർമി, ദീപക് ഈസ് എൻ എക്സ്പേർട്ട് ഡ്രൈവർ. ഞാനില്ലാത്ത തക്കത്തിന് അവൻ അസമയത്ത് ബൈക്കെടുത്ത് പോയി കാണുമോ എന്ന് ഞാൻ പേടിച്ചു. ഇല്ല. ഇന്നലെ വൈകുന്നേരം വന്നതിന് ശേഷം ദീപക് ഫ്ലാറ്റിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. പ്രേമി പറഞ്ഞു. ഐ സ്പോയിൽഡ് യുവർ സ്ലീപ്പ്. സോറി. നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? നീയല്ല എന്റെ രക്ഷക, എന്റെ കാവൽ മാലാക. പോടി. ഷർമിള ചിരിച്ചു. നാളെ നീ എപ്പം വരും? ഉച്ചകഴിഞ്ഞ് 3:30 ഷെഡ്യൂൾഡ് ടൈം. ദാറ്റ് ഐ നോ. മതി. ക്യാച്ച് സം സ്ലീപ്പ്. ബൈ. ബൈ. കോൾ കട്ട് ചെയ്തിട്ട് പ്രേമി മുഖം തിരിച്ച് ദീപകിനെ നോക്കി. അയാൾ കമഴ്ന്നു കിടന്നുറങ്ങുകയായിരുന്നു. യാതൊന്നും അറിയാതെ. ഗാർഡൻ ഇത്ര. മുറിയിൽ AC-യുടെ നേർത്ത മൂളൽ മാത്രം. പ്രേമി വീണ്ടും കിടന്നു. കമഴ്ന്നു കിടന്നുറങ്ങുന്നത് നല്ല ശീലമല്ല. ദീപകിനെ ഉണർത്തിയാലോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. വേണ്ട, തളർന്നു കിടന്നുറങ്ങുകയല്ലേ. ആ ഓർമ്മയിൽ അവൾ അറിയാതെ ഒന്ന് മന്ദഹസിച്ചു. അരയ്ക്ക് താഴെ മാത്രമേ അയാൾ ഷീറ്റ് കൊണ്ട് മറച്ചിരുന്നുള്ളൂ. വിരിഞ്ഞ മാറിടം മെത്തയിൽ അമർത്തി ബഹിഷ്ടമായ കൈകൾ രണ്ടും മടക്കി തലയ്ക്കിരുവശത്തുമായി വെച്ച്. അയാളുടെ മുടിക്കുള്ളിലൂടെ വിരലുകൾ ഓടിക്കാൻ തോന്നിയ ആഗ്രഹത്തെ അവൾക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. തൂവലുകൾ കൊണ്ട് സ്പർശിക്കുന്നത് പോലെ അവളുടെ നീണ്ട വിരലുകൾ അയാളുടെ ശിരസിൽ മെല്ലെ ഒഴിഞ്ഞു. ദീപക് കൊണ്ടിരുന്നത് അവൾ അറിഞ്ഞു. പക്ഷെ അവൾ കൈ പിൻവലിച്ചില്ല. അയാൾ നിശ്ചലനായി അല്പനേരം കിടന്നു. പിന്നെ വളരെ സാവധാനം മലർന്നു കിടന്ന് അവളുടെ കയ്യിൽ മൃദുവായി പിടിച്ചു. ദീപക്, താഴ്ന്ന സ്വരത്തിൽ അവൾ വിളിച്ചു. ഉറങ്ങുകയായിരുന്നു അല്ലേ? ഞാൻ വെറുതെ. ഉണർത്തിയത് നന്നായി, അയാൾ പറഞ്ഞു. അതെന്താ? മറുപടി പറയാതെ അയാൾ അവളുടെ വിരലുകൾ മുഖത്തേക്ക് ചേർത്ത് വെച്ചു. ദീപക്, അവൾ വിളിച്ചു. ഐ വാണ്ട് ടു സ്പീക്ക് ടു യു. നേരം വെളുത്തിട്ട് പോരെ? കണ്ണുകൾ തുറക്കാതെ അയാൾ ചോദിച്ചു. നേരം വെളുക്കാറായി. ഓ, ഞാനൊരു കാര്യം പറഞ്ഞാ നീ പേടിക്കരുത്. എന്താണ്? അയാൾ ചോദിച്ചു. ഷർമി ഇപ്പോഴെന്നെ വിളിച്ചിരുന്നു. അയാൾ ചെറുതായി ഒന്ന് ഞെട്ടിയെന്ന് അവൾക്ക് മനസ്സിലായി. എന്തിന്? വിറയലുണ്ടായിരുന്നു അയാളുടെ സ്വരത്തിൽ. നിന്നെ കുറെ വിളിച്ചു. കിട്ടാതെ വന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. നീ എന്റെ റൂമിലാണെന്നോ നിന്റെ മൊബൈൽ ഡൈനിങ് ടേബിളിലാണെന്നോ അവൾക്കറിയില്ലല്ലോ. ഈ സമയത്ത് ഷർമി എന്തിനാണ് വിളിച്ചത്? പരിഭ്രമം അടക്കി അയാൾ ചോദിച്ചു. അവളൊരു സ്വപ്നം കണ്ടു പേടിച്ച്. ഷർമിയുടെ പറഞ്ഞതെല്ലാം അയാൾ അവളെ അറിയിച്ചു. പുവർ ഗേൾ. സഹതാപത്തോടെ അയാൾ പറഞ്ഞു. ഞാനൊരു ഭയങ്കരിയാണെന്നാണോ? അയാളെ പ്രകോപിപ്പിക്കാനായി അവൾ ചോദിച്ചു. എന്നല്ല ഞാൻ പറഞ്ഞത്. അയാൾ അവളെ കൈകൾക്കുള്ളിലാക്കി അമർത്തി. ദീപക്, എനിക്ക് സംസാരിക്കാനുണ്ട്, അവൾ ഓർമ്മിപ്പിച്ചു. വേണ്ട, നമുക്കിങ്ങനെ വെറുതെ കിടക്കാം. അയാൾ അവളുടെ ചെവിയുടെ വിളമ്പിൽ ചുണ്ടുകൾ മുട്ടിച്ചു. ഇങ്ങനെ കിടന്നുകൊണ്ട് സംസാരിക്കാം, അവൾ പറഞ്ഞു. ഓക്കെ. വാട്ട് ഹാഡ് ഹാപ്പൻ ദിസ് നൈറ്റ് വാസ് പ്യുവർലി ആക്സിഡന്റൽ. ഡു യു എഗ്രി വിത്ത് മീ? അയാൾ മിണ്ടിയില്ല. നമ്മൾ രണ്ടുപേരും ഒന്നും പ്ലാൻ ചെയ്തതല്ല. ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയതാണ്. ശരിയല്ലേ? യെസ്, സെയിം. ആക്സിഡന്റ് സെൽഡം ഒക്കേഴ്സ് ട്വൈസ്. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു, അയാൾ പറഞ്ഞു. വൈ? സെയിം ആക്സിഡന്റ് ക്യാൻ ഒക്കർ ഡിഫറെന്റ്ലി. അയാൾ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി. നോ, നെവർ. ഇന്നിങ്ങനെ സംഭവിച്ചത് പോയതിൽ ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. അതുകൊണ്ടല്ല. നമ്മുടെ റിലേഷൻഷിപ്പ് ഇന്നലെ വരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ മതി നാളെയും പിന്നെ അങ്ങോട്ടും. ഐ ഡോണ്ട് ഗെറ്റ് യു. അയാൾക്ക് മനസ്സിലായില്ല. ദീപക് എനിക്ക് എന്റെ ഫ്രണ്ട് ഷർമിളയുടെ ഹസ്ബൻഡാണ്. അതുപോലെ ഞാൻ ദീപകിന്റെ വൈഫ് ഷർമിളയുടെ ഫ്രണ്ട് മാത്രമാണ്. നോ പ്രേമി,
എനിക്കിനി എൻ്റെ 5-ൻ്റെ കൂട്ടുകാരിയായിട്ട് മാത്രം നിന്നെ കാണാൻ പറ്റില്ല. അയാൾ പറഞ്ഞു. വൈ? ബിക്കോസ് ഞാൻ നിന്നെ പൂർണ്ണമായി കണ്ടു കഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. നോ മോർ കർട്ടൻസ്, നോ മോർ വാൾസ് ടു കീപ് യു അവേ ഫ്രം മീ. യു ആർ നോ മോർ എ സ്ട്രേഞ്ചർ. ഇൻ ദി സെൻസ് യു ഹാവ് നത്തിങ് ടു ഹൈഡ് ഫ്രം മീ. അയാൾ പറഞ്ഞതൊക്കെ പ്രേമിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ദീപക്, നീ ഷർമിയുടെ കാര്യം മറക്കുന്നു. അവളെ വേദനിപ്പിക്കാൻ എനിക്കോ നിനക്കോ യാതൊരു അവകാശവുമില്ല. അവൾ ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം, പക്ഷേ ബട്ട് ഡോണ്ട് ടെൽ മീ നോട്ട് ടു ലവ് യു. ഞാനതല്ല ഉദ്ദേശിച്ചത്. ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഇനി അത് പാടില്ല. ഇനി അതിനു വേണ്ടി ആഗ്രഹിക്കരുത്. അവൾ പറഞ്ഞു. ഐ ആം എൻ ഓർഡിനറി ഹ്യൂമൻ ബീയിങ്. നിനക്ക് നിരാശപ്പെടേണ്ടി വരും. ഐ വോണ്ട് എ ലവ്. അവളെ വേദനിപ്പിക്കുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യില്ല. ഓക്കെ, ഞാൻ സമ്മതിക്കാം. പക്ഷേ എന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. സ്നേഹമുണ്ട്. അതൊരിക്കലും ഉള്ളിൽ വെക്കേണ്ടതല്ല. പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ അത് ഫീൽ ചെയ്യാൻ പറ്റൂ. ഞാനത് മനസ്സിൽ കൊണ്ട് നടക്കുകയേയുള്ളൂ. അവൾ പറഞ്ഞു. ഞാൻ പ്രകടിപ്പിക്കും. അന്ന് ഞാൻ ഇവിടുന്ന് താമസം മാറ്റും. ദീപക് അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അയാൾ അവളെ ഒന്നുകൂടി അമർത്തിപ്പിടിച്ചു. പോകരുത്. അത് ഡിസൈഡ് ചെയ്യേണ്ടത് നീയാണ്. ഐ വിൽ ട്രൈ. ഓക്കെ, നൗ യു ഗോ ടു യുവർ റൂം. അവൾ പറഞ്ഞു. ഈയൊരു രാത്രി ഇനി റിപ്പീറ്റ് ചെയ്യരുതെന്നാണ് നീ പറഞ്ഞത്? യെസ്. അയാൾ വെച്ച കെണി മനസ്സിലാകാതെ അവൾ പറഞ്ഞു. ബട്ട് ദിസ് നൈറ്റ് ഈസ് സ്റ്റിൽ യങ്. പോടാ. അവൾ കളിയാക്കി അയാളെ തള്ളി മാറ്റി. പക്ഷേ ദീപകിനെ തോൽപ്പിക്കാൻ പ്രേമിക്ക് കഴിഞ്ഞില്ല. ചെന്നൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് അരമണിക്കൂർ വൈകിയാണ് വന്നത്. അറൈവൽ ലോഞ്ചിൽ ഷർമിളയെ കാത്ത് ദീപക് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് അവൾ ഓടി വന്നു. ബാഗ് നിലത്തേക്കിട്ട് അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. ദീപക്, ഞാൻ. അയാൾ ചെറുതായി ഒന്ന് അമ്പരന്നു. ഓഫീസ് ആവശ്യത്തിനായി ഷർമിള മുൻപ് ഇതുപോലെ യാത്ര പോയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മുമ്പ് ഒരിക്കലും ഇതുപോലെ കെട്ടിപ്പിടിച്ചില്ല. ഷർമി, എന്തായത് കുട്ടികളെ പോലെ? അവളുടെ കണ്ണുകൾ നനഞ്ഞു. ദീപക്, ഇന്നലെ രാത്രിയിൽ നീ എന്നേക്കുമായി എന്നെ വിട്ടുപോയെന്ന് ഞാൻ വിശ്വസിച്ചു. അതുപോലെ ഒരു സ്വപ്നമാണ് ഞാൻ. രാവിലെ നീ അത് പറഞ്ഞല്ലോ. ഇനി എന്തിനാ അതോർത്ത്? വാ, നമുക്ക് പോകാം. മറ്റു യാത്രക്കാർ ഒന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എയർപോർട്ടിൽ ഇതൊക്കെ സാധാരണ കാഴ്ചകൾ മാത്രം. അങ്ങനെ വിചാരിച്ചതുകൊണ്ട് അയാൾക്ക് സങ്കോചം അനുഭവപ്പെട്ടില്ല. ദീപക് അവളുടെ ബാഗ് എടുത്തു. കോൺഫറൻസിന്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അയാൾ അവളുമൊത്ത് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. ഇന്നലെ എത്രയെണ്ണം കഴിച്ചു? കാറ് ഹൈവേയിലേക്ക് എത്തിയപ്പോൾ കുസൃതിച്ചിരിയോടെ ഷർമിള ചോദിച്ചു. പ്രേമി വല്ലതും പറഞ്ഞോ? ഇല്ല. ഡൈനിങ് ടേബിളിൽ മൊബൈൽ വെച്ചിട്ട് പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി നീ ഓവറായി കാണും. പ്രേമി അതറിയാതിരിക്കാൻ വേണ്ടി വേഗം രക്ഷപ്പെട്ടതാണെന്ന്. പാതിരാത്രിക്ക് നീ എന്തിനാ അവളെ വിളിച്ചുണർത്തിയത്? പിന്നല്ലാതെ ഞാനെന്ത് ചെയ്യും? എനിക്കൊരു മനസ്സമാധാനവും ഇല്ലായിരുന്നു. ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. ഹാൻഡ് ബാഗിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾ പ്രേമിയെ വിളിച്ചു. ഇടി, ഞാൻ എത്തി. എവിടെ? ഫ്ലാറ്റിലെത്തിയോ? പ്രേമി ചോദിച്ചു. ഇല്ല, ഫ്ലൈറ്റ് ഇത്തിരി ലേറ്റായിരുന്നു. കാറിലാണിപ്പോ. ആലെ വായില്ല. ഞാൻ ഇറങ്ങാൻ 6 മണി കഴിയും. ഞങ്ങൾ നേരെ ഫ്ലാറ്റിലേക്ക് പോവാണ്. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാം. ഇന്നിനി ഒന്നും ഉണ്ടാക്കാൻ വയ്യ. ഷർമിള പറഞ്ഞു. ഡോണ്ട് വെറി, നീ റെസ്റ്റ് എടുത്തോ. സപ്പർ ഞാനുണ്ടാക്കാം. അസിസ്റ്റന്റായി ദീപകിനെ തന്നാ മതി. ഷർമിള അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. അവളുടെ ചിരികേട്ട് അയാൾ തലതിരിച്ചു നോക്കി. നോ പ്രോബ്ലം. ഹി വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ് യു. ശരി, വന്നിട്ട് കാണാം. ഓക്കെ. അവൾ കോൾ കട്ട് ചെയ്തു. എന്തായിരുന്നു ഇത്ര വലിയ ചിരി? അയാൾ ചോദിച്ചു. നിന്നെ സഹായത്തിന് കൊടുക്കാമെങ്കിൽ അവൾ രാത്രിയിൽ ഫുഡ് ഉണ്ടാക്കുമെന്ന്. എന്തൊരു നല്ല കൂട്ടുകാരി. അയാൾ കളിമട്ടി പറഞ്ഞു. ആരോ? ഞാനോ? അല്ല, അവൾ. എൻ്റെ അടുത്ത് അത്ര സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്. ഇതുപോലൊരു കൂട്ടുകാരൻ നിനക്കുണ്ടോ? ഇല്ലല്ലോ. ഷർമിളയുടെ ആ ചോദ്യം അയാളുടെ മനസ്സിൽ എവിടെയോ കൊണ്ടുവന്നു ചെന്നു. ഇതുപോലൊരു കൂട്ടുകാരനുണ്ടായിരുന്നെങ്കിൽ ഷർമിളയുമായി ഇങ്ങനെ ഇടപഴകാൻ താൻ അനുവദിക്കുമായിരുന്നോ? ഫ്ലാറ്റിൽ കൊണ്ടുചെന്ന് താമസിപ്പിക്കുമായിരുന്നോ? അവനെയും അവളെയും ഒന്നിച്ചാക്കിയിട്ട് ചെന്നൈയിൽ കോൺഫറൻസിന് പോകുമായിരുന്നോ? ദീപക് ഞെട്ടലോടെ ഷർമിളയെ മുഖം തിരിച്ചു നോക്കി. നോ, നെവർ. അയാൾ അറിയാതെ പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? മനസ്സിലാകാതെ ഷർമിള ചോദിച്ചു. ഒന്നുമില്ല. അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഷർമിക്ക്, തന്നെയും അവളെയും. പക്ഷേ അവർ ഫ്ലാറ്റിൽ ചെന്നപ്പോൾ പ്രേമി എത്തിയിട്ടില്ല. ഞാൻ നിനക്കൊരു കോഫി ഉണ്ടാക്കി തരട്ടെ? അയാൾ ചോദിച്ചു. വേണം. ഷർമിള ഡ്രസ് മാറ്റിയിട്ട് വന്നപ്പോഴേക്ക് കാപ്പി തയ്യാറായിരുന്നു. 2 കപ്പ് കാപ്പിയുമായി ദീപക് ലിവിംഗ് റൂമിലേക്ക് വന്നു. അപ്പോഴാണ് ഡോർബെൽ മുഴങ്ങിയത്. കാപ്പി വെച്ചിട്ട് അയാൾ ചെന്ന് വാതിൽ തുറന്നു. പ്രേമിയായിരുന്നു വന്നത്. അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി.
പെട്ടെന്ന് അവൾ നോട്ടം പിൻവലിച്ചു. ഹായ് ഷർമി. അവൾ ചെന്ന് ഷർമിളയുടെ അടുത്ത് സെറ്റിയിലിരുന്നു. നിർമ്മലാൻറ്റിയെ കബളിപ്പിച്ച് നീ ഒളിച്ചോടി അല്ലേ? ഷർമിൽ അവളുടെ കൈയെടുത്ത് പിടിച്ചു. അതൊക്കെ ഒരു കഥയാടി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ പറയാം. ദീപക്, ഒരു കപ്പ് കൊണ്ടുവാ, നമുക്കിത് ഷെയർ ചെയ്യാം, ഷർമിൾ പറഞ്ഞു. നിങ്ങൾ കുടിക്കൂ, എനിക്കിപ്പോൾ കാപ്പി വേണ്ട. പ്രേമി എഴിഞ്ഞു. നീ അവിടെ മിണ്ടാതിരിക്ക്. ഷർമിള എഴുന്നേറ്റ് കപ്പെടുക്കാൻ പോയി. ദീപക് പ്രേമിയൊന്നും നോക്കി. കാപ്പി ഷെയർ ചെയ്യുന്നത് പോലെയല്ല ജീവിതം പങ്കുവെക്കുന്നത്, അതോർമ്മ വേണം, അവൾ പറഞ്ഞു. അയാൾ ഒന്നും മിണ്ടിയില്ല. ഒഴിഞ്ഞ കപ്പുമായി ഷർമിള വന്നു. 2 കപ്പ് കാപ്പി അവൾ തുല്യ അളവിൽ 3 കപ്പുകളിലാക്കി. കുടിക്കടി, അവൾ ഒരു കപ്പെടുത്ത് പ്രേമിക്ക് കൊടുത്തു. കൂട്ടുകാരികൾ തമ്മിൽ സംസാരം തുടങ്ങിയപ്പോൾ ദീപക് മെല്ലെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ ദീപകിനെ ഹെരോൾഡ് വിളിച്ചു. കോൾ എടുക്കണമെന്നൊന്ന് സംശയിച്ചെങ്കിലും അയാൾ അത് അറ്റൻഡ് ചെയ്തു. ഹലോ ദീപക്, എനിക്കൊന്ന് കാണണം, ഹെരോൾഡ് പറഞ്ഞു. എന്തിനാണ്? ഫോണിൽ സംസാരിച്ചാൽ പറ്റില്ല. ഫ്രീ ആണെങ്കിൽ ഇന്ന് 3:30 കിങ്സ് കഫേയിൽ വരാമോ? ഐലൻഡിൽ തന്നെയുള്ള ഒരു കോഫി ഷോപ്പാണ് കിങ്സ് കഫേ. വരാം. എന്താണ് കാര്യമെന്നറിയാമല്ലോ. 3:30 മുമ്പ് ദീപക് കോഫി ഷോപ്പിലേക്ക് ചെന്നു. ജനാലയുടെ അടുത്തുള്ള ടേബിളായിരുന്നു ഹെറോൾഡിൻ്റേത്. അയാൾ വെറുതെ കായൽ കണ്ടിരിക്കുകയായിരുന്നു. ദീപക് ചെന്ന് എതിർവശത്തിരുന്നു. ഹെറോൾഡ് 2 കോഫിക്ക് ഓർഡർ കൊടുത്തു. ഐ വോണ്ട് യുവർ ഹെൽപ്പ്. പിന്നെ അയാൾ പറഞ്ഞു. വാട്ട് ഹെൽപ്പ്? ദീപക് ചോദിച്ചു. എനിക്ക് പ്രേമിയെ കാണണം, സംസാരിക്കണം. അതിന് ഐ നീഡ് യുവർ ഹെൽപ്പ്. പെട്ടെന്ന് ദീപകിന്റെ മുഖം ഇരുണ്ടു.